أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്തു ഷറഹ്. നമുക്ക് ആദ്യം തന്നെ തഫ്സീറുൽ ജലാലൈനി ഒന്ന് നോക്കാം. അതിനുശേഷം മറ്റു തഫ്സീറുകൾ പരിശോധിക്കാം. അലം നഷ്റഹ് ലക സദ്റക്. അലം നഷ്റഹ് എന്ന് വെച്ചാൽ എന്താ? അലം നഷ്റഹ്, നാം അങ്ങേക്ക് വിശാലമാക്കി തന്നില്ലേ അങ്ങയുടെ നെഞ്ച്, അങ്ങയുടെ ഹൃദയത്തെ നാം അങ്ങേക്ക് വിശാലമാക്കി തന്നില്ലേ. അപ്പോൾ അത് ഇസ്തിഫാമ് തഖരീരി, അതായത് ഐ ഷറഹിനാന്ന. തന്നില്ല എന്ന് വെച്ചാൽ തന്നു, അത് തഖരീറാണ്. തഖരീറിൻ്റെ ഇസ്തിഫാമ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. തന്നു, തന്നില്ല എന്ന് വെച്ചാൽ തന്നു. ഐ ഷറഹിന, നാം വിശാലമാക്കി തന്നു അങ്ങേക്ക്. ഓ മുഹമ്മദ് നബിയെ, സ്വദറക്ക്, അങ്ങയുടെ നെഞ്ചിനെ നാം വിശാലമാക്കി തന്നു. ബിൻ നുബുവത്തി വഗൈരിഹ, നുബുവത്ത് കൊണ്ടും മറ്റുള്ള അതല്ലാത്തത് കൊണ്ടിട്ടും. നുബുവത്ത് കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടും അങ്ങയുടെ ഹൃദയം നാം വിശാലമാക്കി തന്നു. വവളഅന അൻക വിസ്റക്, അയ്യ ഹതതുന അൻക വിസ്റക, അങ്ങയുടെ കുറ്റം നാം അങ്ങേ തൊട്ട് മായ്ച്ചു കളഞ്ഞു. വവളഅന എന്ന് വെച്ചാൽ എന്താ? നാം ഭാരം അങ്ക, അങ്ങേ തൊട്ട്, അങ്ങയിൽ നിന്ന് നാം എന്ത് ചെയ്തു? ഭാരം ഇറക്കി വെച്ചു. വളഅന, വളഅന എന്ന് വെച്ചാൽ എന്താണ്? നാം ഇറക്കി വെച്ചു. അങ്ക, അങ്ങയിൽ നിന്നിട്ട്, വിസ്റക്ക, അങ്ങയുടെ ഭാരം, വിഷമത്തെ നാം ഇറക്കി വെച്ച്. ഇവിടെ പറഞ്ഞത് ഹത്വത്തുന, നാം മായ്ച്ചു കളഞ്ഞു. അങ്ക, അങ്ങേ തൊട്ട്, വിസ്റക്ക, അങ്ങയുടെ വിസ്റിനെ, കുറ്റത്തെ, വിഷമത്തെ എന്നൊക്കെ അർത്ഥം പറയും. ഇനി അത് കൂടുതൽ വിശദീകരണത്തിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ അർത്ഥങ്ങൾ ശരിക്കും മനസ്സിലാകുക. അപ്പോൾ അതുപോലെ തന്നെ അല്ലതി, എങ്ങനത്തെ ഭാരമാണ്? അങ്കള, അത് ഞെരുക്കിക്കളയും. ലഹ്റക്ക്, അങ്ങയുടെ മുതുകിനെ, അങ്ങയുടെ മുതുകിനെ, അതായത് അങ്ങയുടെ പുറത്തെ ഒടിച്ചു കളയുന്ന, ഞെരിച്ചു കളയുന്ന ആ ഭാരത്തെ അങ്ങയിൽ നിന്ന് അങ്ങേ തൊട്ട് നാം നീക്കിക്കളഞ്ഞു. അല്ലതി അങ്കല അസ്കല, അതുകൊണ്ട് അസ്കല ലഹ്റക്ക, അങ്ങയുടെ ലഹ്റിനെ, മുതുകിനെ ഭാരമാക്കുന്ന ആ വിസ്റിനെ, ആ വിഷമത്തെ. വഹാദായതൊക്കെ കൗലി താല, അള്ളാഹു പറഞ്ഞതുപോലെയാണ്. ലി യഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക, അങ്ങയുടെ ദമ്പിൽ നിന്ന് മുൻകടന്ന് അള്ളാഹു അങ്ങേക്ക് പൊറുക്കാൻ വേണ്ടി. വറഫഅന ലക ദിക്റക്, വറഫഅന ലക, അങ്ങേക്ക് നാം ഉയർത്തി. ദിക്റക്, അങ്ങയുടെ ദിക്റിനെ, അങ്ങയുടെ സ്മരണ, കീർത്തിയെ നാം അങ്ങേക്ക് ഉയർത്തി തന്നു. അല്ലേ? വറഫഅന ലക ദിക്റക് എന്ന് വെച്ചാൽ അങ്ങയുടെ കീർത്തി അങ്ങേക്ക് നാം ഉയർത്തി തരികയും ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് അത് കീർത്തി ഉയർത്തി തന്നത്? അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയത്. ബിയൻ തുദ്ക്കറ, അങ്ങയെയും പറയപ്പെടും. ആ ദിക്രി, എന്നെ പറയുന്നതോടൊപ്പം, ഫിൽ അദാനി, ബാങ്കിലും, വൽ ഇഖാമത്തി, ഇഖാമത്തിലും, വ തശഹുദി, അത്തഹിയാത്തിലും, വൽ ഖുത്ബത്തി വ ഗൈരിഹ, ഖുത്ബയിലും അതല്ലാത്തിലെല്ലാം എൻ്റെ കൂടെ അങ്ങേയും പറയപ്പെടും. അതുകൊണ്ട് അങ്ങയുടെ കീർത്തിയെ, സ്മരണയെ നാം ഉയർത്തി. ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, തീർച്ചയായും പ്രയാസത്തോടു കൂടിയാണ് യുസ്രൻ, എളുപ്പമുള്ളത്. സുഹൂലത്തിന്, എളുപ്പം വരിക. കണ്ട, ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, അറിയുക, നിശ്ചയമായും ഞെരുക്കത്തോടു കൂടിയാണ് എളുപ്പമുണ്ടായിരിക്കുക, സൗകര്യമുണ്ടായിരിക്കുന്നത്. അപ്പോൾ ആദ്യം പ്രയാസപ്പെടണം ഒരുപാട്, പിന്നെയാണ് എളുപ്പം കിട്ടാൻ. ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, വീണ്ടും പറയാണ്, തീർച്ചയായും അറിയുക. ഇന്ന മഅൽ ഉസ്രി യുസ്ര, നിശ്ചയം ഞെരുക്കത്തോടു കൂടി എളുപ്പമുണ്ടായിരിക്കും. വന്നബിയു, നബിതങ്ങൾ, ഖാസാ മിനൽ കുഫാരി ശിദ്ദത്തൻ, കണ്ട, നബിതങ്ങൾ അവിശ്വാസികളിൽ നിന്ന് ശിദ്ദത്തൻ, ബുദ്ധിമുട്ട് സഹിച്ചു, നേരിട്ടു. സുമ്മ ഹസല ലഹുൽ യുസ്റു, പിന്നെ നബിക്ക് എളുപ്പമുണ്ടായി. ബിൻ അസ്രി അലൈഹിം, അള്ളാഹു അവരുടെ മേൽ നബിയെ സഹായിക്കൽ കൊണ്ടിട്ട്. ഫൈദാ ഫറഗ്ത, അതുകൊണ്ട് അങ്ങ് ഒഴിവായാൽ, ഒഴിവ് കിട്ടിയാൽ, ഫൻസബ്, നിങ്ങളെന്ത് ചെയ്താൽ, അങ്ങക്ക് ഒഴിവ് കിട്ടിയാൽ അങ്ങ് അധ്വാനിച്ചു കൊള്ളുക. ഫൈദാ ഫറഗ്ത മിന സ്വലാത്ത്, നിസ്കാരത്തിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞാൽ, ഫൻസബ്,
അതായത് ഇത്ആബ് ഫി ദുആയിന്ന്, ദുആയിൽ എന്ത് ചെയ്യുക, അധ്വാനിക്കുക, ദുആ ചെയ്യുക, അങ്ങനെ പറഞ്ഞ. ഇനി വൈലാ റബ്ബിക ഫർഗബ്, അങ്ങയുടെ റബ്ബിലേക്ക് ഫർഗബ്, അങ്ങ് എന്ത് ആഗ്രഹിക്കുക, അങ്ങയുടെ റബ്ബിലേക്ക് ഫർഗബ്, അങ്ങ് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊള്ളുക. അത് തളറാ, കീഴ്പ്പെടുക, അള്ളാഹുലേക്ക് കീഴ്പ്പെടുക. അപ്പോൾ ഇതാണ് ഏകദേശം തഫ്സീർ ജലാലൈനിൽ പറഞ്ഞ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഓരോ തഫ്സീറുകളും പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.